ആലപ്പുഴ പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞതായി പോലീസ്. സംഭവത്തിൽ സുഹൃത്തുക്കളായ യദു, ഹരികൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 2-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സുരേഷ് മരിച്ചത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, പോലീസ് ഈ കാര്യത്തിൽ പുറത്തുവിടുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് തെളിഞ്ഞു എന്നതുൾപ്പെടെ. അനുജ, മെയ് മാസം അവസാനത്തോടു കൂടിയാണ് ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നത്. അത് ആദ്യഘട്ടത്തിൽ ഈ സുരേഷ് കുമാർ അത് വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായി പറഞ്ഞില്ല. പിന്നീട് ശാരീരികമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സുരേഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. മസ്തിഷ്കത്തിൽ അണുബാധ അടക്കം ഉണ്ടായിരുന്നു. ഒപ്പം തലക്കേറ്റ ക്ഷതമാണ് പിന്നീട് മരണകാരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നീടാണ് ഈ പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം, കുടുംബം ദുരൂഹത ആരോപിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് വിശദമായ ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഈ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം ഉണ്ടായതായും സുരേഷ് കുമാറിന് ക്രൂരമർദ്ദനമേറ്റതായുമുള്ള കാര്യങ്ങളൊക്കെ തെളിയുന്നത്. ഈ മർദ്ദനത്തിന് കാരണമായത് വർഷങ്ങൾ മുമ്പ്, അത് ചെറുപ്പകാലത്ത് ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. അവരെ നിരന്തരമായി സുരേഷ് കുമാർ കളിയാക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയുമൊക്കെ ചെയ്തു എന്നുള്ളതായിരുന്നു ഈ രണ്ട് സുഹൃത്തുക്കളുടെ പ്രശ്നം. അങ്ങനെയാണ് ഇവർ തമ്മിൽ വലിയൊരു തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ പോയത്. എന്തായാലും അത് ഒരു കൊലപാതകം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുന്നുമ സ്വദേശികളായ യദു, ഒപ്പം ഹരികൃഷ്ണൻ, ഈ രണ്ടുപേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിലാണ് ഈ മുൻകാല വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യം വ്യക്തമായത്. എന്തായാലും സ്വദേശി സുരേഷ് കുമാറിന്റേത് മർദ്ദനത്തെ തുടർന്നുണ്ടായ മരണം, അങ്ങനെ കൊലപാതകം എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നു.